ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ പാടെ തന്നെ ഇന്ന് രാവിലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ രാവിലെ നോക്കിയപ്പോൾ എക്സ്പേർട്ട് ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോർമൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മൾ രാവിലത്തെ പണി എന്ന് പറയുന്നത്. പിന്നെ ഓൾറെഡി നമുക്ക് ഇന്നലത്തെ ബീഫ് കറിയൊക്കെ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പുട്ടും കൂടി പുഴുങ്ങിയിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ബീഫ് തന്നെ ആയിരിക്കും കേട്ടോ. രാവിലെയും ഉച്ചക്കും രാത്രിയും എല്ലാം ഒരുപാട് ബീഫൊക്കെ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത്തവണ അത്യാവശ്യം ബീഫൊക്കെ കിട്ടിയെന്ന് ഫോണൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതിനുശേഷം ജോലിക്ക് പോയി. പിന്നെ വാവ രാവിലെ തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾക്ക് പഴവും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ആളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് തട്ടയിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോൾ എൻ്റെ ഷോൾ കിട്ടിയാലും പെട്ടെന്ന് തന്നെ തലയിടും. ഇപ്പോൾ എൻ്റെ ഷോളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആളുടെ ടർക്കി എവിടുന്നോ ഒപ്പിച്ച് തലയിട്ടുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കമ്പിളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര പൊടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ താഴത്തെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. നമ്മൾ തൂത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ഒന്ന് തൂത്ത് വരുന്നുണ്ട്. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഹാളിലെത്തിയപ്പോൾ ആൾക്ക് പറ്റുന്ന പോലെ കിച്ചണിൽ നിന്ന് പാത്രമൊക്കെ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത്ര മാത്രമല്ല, ചട്ടിയും അതുപോലെ അപ്പച്ചട്ടിയും എല്ലാം കാണും. ഇത്താണ് കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ തിരിച്ച് വെച്ച് ഇനി ഹാളും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ തൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തൂക്കുന്ന സമയത്ത് കബോർഡിൽ പോയി സോക്സൊക്കെ എടുത്ത് കയ്യിലൊക്കെ ഇട്ട് കളിക്കുവാണ് കേട്ടോ. ആൾക്ക് സോക്സ് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ എപ്പോഴും കയ്യിലിട്ടുകൊണ്ട് നടക്കണം. ഇത് കാണുമ്പോൾ സത്യം ദിലീപിൻ്റെ സിനിമയാണ് കേട്ടോ ഓർമ്മ വരാറ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ പണിക്കിറങ്ങി. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടി നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് വേണ്ടി കുറച്ച് കായും കൂടിയൊക്കെ ഒന്ന് മെഴുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്കൊന്നും കായ ഇഷ്ടമല്ല, ഞാനും വാവയും മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കുറച്ചുണ്ടാക്കിയത്. പിന്നെ ഇന്നലത്തെ മീൻ കറിയും കൂടി മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പം നല്ല മുളക് കറിയായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതലും മുളക് കറിയാണ് ഇഷ്ടം. മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറും മീൻകറിയും മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ കാമെഴുക്കും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈവനിങ് നമ്മൾ ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയൊക്കെ കയറി ഞാൻ കുറച്ചും കൂടി ബീഫ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത്തവണ വഴറ്റിയൊക്കെയാണ് കേട്ടോ നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ചത്. അതുപോലെ വന്ന ടൈമിൽ പാക്കറ്റ് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ടയും ബീഫും എല്ലായിടത്തെയും പോലെ ഇവിടെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ പൊറോട്ടയും ബീഫും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ വാവയ്ക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് കഞ്ഞിയും പയറും കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ആൾക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ വന്ന ടൈമിൽ ഇതുപോലെ ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മേടിക്കും കേട്ടോ. ഇതാകുമ്പോൾ ചെറിയ ബാറാണ്. അപ്പോൾ വാവയ്ക്കൊക്കെ ഒരെണ്ണം കൊടുത്താൽ തന്നെ മതിയായിരിക്കും. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയ്ക്കുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ.